അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക് മീഡിയ വൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട നഹീം ഫൈസി ഉസ്താദ് അവറുകളുടെ മരണത്തിൻ്റെ വേദന മായുന്നതിന് മുമ്പ് തന്നെ ഒന്നിച്ച് കൂടെയിരുന്ന് ജീവിച്ച, കൂടെ തന്നെ അപകടത്തിൽപ്പെട്ട പ്രിയപ്പെട്ട ജുനൈദ് ഫൈസി ഉസ്താദ് അവറുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഖബറിടം സ്വർഗ്ഗത്തോഫാക്കി കൊടുക്കട്ടെ. ആമീൻ. മരണം എപ്പോഴാണ് നമ്മെ അഭിമുഖീകരിക്കുന്നത് എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കൂടെ തന്നെ ജീവിച്ച്, കൂടെ തന്നെ അപകടത്തിൽപ്പെട്ട്, കൂടെ തന്നെ ഈ ഭൂമി ലോകത്തിൽ നിന്ന് യാത്രയായി. വിശുദ്ധമായ റജബ് മാസത്തിലാണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയത്. നഹീം ഉസ്താദ് അവറുകളുടെ കൂടെ തന്നെ അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഒരുപാട് വേദനയായിരിക്കും അവിടുത്തെ കുടുംബം അനുഭവിക്കുന്നത്. അല്ലാഹു തആല സമാധാനം കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലൊരു മാദിഹായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നല്ല രീതിയിൽ ആലാപനം ചെയ്യുന്ന ഒരു ഉസ്താദും കൂടിയായിരുന്നു. രണ്ടുപേരും അങ്ങനെ രണ്ടുപേരെയും അല്ലാഹു തആല ഒന്നിച്ച് വിളിച്ചു. ആ ഒരു കുടുംബത്തിൻ്റെ വേദന നാം ഒന്ന് ഓർത്തു നോക്കണം. അവരുടെ കൂട്ടുകാരുടെ വേദന നാം ഒന്ന് ഓർത്തു നോക്കണം. രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരേ സമയം ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുക, നമ്മെ വിട്ടുപോവുക എന്നുള്ളത് ഒരാൾക്ക് പോലും സഹിക്കാനാവാത്ത വേദനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണമെന്നുള്ളത് എപ്പോഴാണ് നമ്മെ അഭിമുഖീകരിക്കുന്നതെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. നാം ഇന്നാണോ മരണപ്പെടുന്നത്, നാളെയാണോ, മറ്റന്നാളാണോ, എപ്പോഴാണ് നമ്മുടെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത് എന്ന് പറയാൻ പറ്റൂല. ഇത്തരം ഒരു യുവകാലഘട്ടത്തിൽ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ പുറപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ വിധിക്ക് ഉത്തരം നൽകി യാത്രയായത്, ഇതിലൊക്കെയും നമുക്കൊരുപാട് പാഠമുണ്ട്. നാം ഇന്ന് മരിച്ചാൽ നാം ആഖിറത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് ആർക്കും ഇന്ന് മറുപടി പറയാനില്ല. നാം ഒരുപാട് നിസ്കരിച്ചു, നോമ്പെടുത്തു, ദാനധർമ്മം ചെയ്തു. ഇതുകൊണ്ടൊക്കെ നമുക്ക് ആഖിറത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷ ആർക്കില്ല. കാരണം അത് അല്ലാഹു തആല സ്വീകരിച്ചിട്ട് വേണ്ടേ. നാം ചെയ്ത അമലുകൾ നമുക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ ചിന്താഗതി ഏതോ ഒരു ലോകത്തിലാണ്. നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇതൊക്കെയും ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ആലിമീങ്ങളുടെ മരണം എന്നുള്ളത് അത് ലോകത്തിൻ്റെ മരണമാണ്. ഇവരൊക്കെയും ഒരുപാട് ആളുകൾക്ക് പ്രബോധനം ചെയ്യേണ്ട ആളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് മഹൽ വ്യക്തിത്വമായ ഉസ്താദുമാരുടെയും ഖബറിടം അല്ലാഹു തആല സ്വർഗ്ഗത്തോഫാക്കി കൊടുക്കട്ടെ. നമുക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും അള്ളാഹുവിനെ ഓർത്ത് നിസ്കരിക്കുവാനും നോമ്പെടുക്കുവാനും അവൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇസ്ലാമികമായ ഇത്തരം വീഡിയോകൾ പ്രതീക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ ഒരു നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചൊരിയട്ടെ. ആമീൻ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങളുടെ ദുആയിൽ എന്നെയും വിനീതനായ ഹബീബിനെയും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.